ഇപ്പോൾ നവകേരള മാർച്ചിനോടനുബന്ധിച്ച് പിണറായി വിജയൻ പാലക്കാട്ടെ നെന്മാറയിൽ സംസാരിക്കുന്നു. തത്സമയം. ഉമ്മൻചാണ്ടി ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നയാളാണ്. ഉമ്മൻചാണ്ടിക്ക് മാത്രമല്ല, ഉമ്മൻചാണ്ടിയെ പോലെ തന്നെ താല്പര്യങ്ങളുള്ളവർക്കും അത്തരം കാര്യങ്ങൾ പറയാം. ഉമ്മൻചാണ്ടിയുടെ മേലെ അന്വേഷണം പാടില്ല. ഉമ്മൻചാണ്ടിയുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്ന ഒരു സ്ത്രീ 7 കോടി ചോദിച്ചു, 1,90,00,000 കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞതിനെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ബാധ്യത നിയമ സംവിധാനമുള്ള ഒരു സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. അത് വിജിലൻസ് ആണ് ചെയ്യേണ്ടത്. വിജിലൻസിനെ ഒരു പ്രത്യേക പരുവമാക്കി മാറ്റിയതുകൊണ്ട് വിജിലൻസ് ഇപ്പോൾ അത്തരം ധർമ്മങ്ങളൊന്നും നിർവഹിക്കാൻ കഴിവില്ലാത്ത ഒന്നായി മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് കോടതി ഇടപെടുന്ന അവസ്ഥ വന്നിട്ടുള്ളത്. ഉമ്മൻചാണ്ടിയുടെ സാധാരണ കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് രക്ഷപ്പെട്ട് നടക്കാമെന്ന് കരുതണ്ട. നിങ്ങൾ തുറന്നു കാട്ടപ്പെട്ട് കഴിഞ്ഞു. അക്കാര്യത്തിൽ രണ്ടഭിപ്രായം ഇവിടെയില്ല. ഒരു സ്ത്രീ, അവരാരോ ആവട്ടെ, ഒരു വ്യവസായ സംരംഭകയായി ഇവിടെ വരുന്നു. അവരുടെ വരുമാനത്തിന്റെ ഓഹരിയാണ് നിങ്ങൾ ചോദിച്ചത്. അതാണ് 7 കോടി ചോദിച്ചു എന്ന് പറയുന്നതിന്റെ അർത്ഥം. അത് തുറന്നു കാട്ടപ്പെട്ടു കഴിഞ്ഞു. മറ്റൊട്ടേറെ കാര്യങ്ങൾ വേറെ കിടക്കുന്നു. ഇപ്പൊ സാധാരണ നിലയിൽ സാധാരണക്കാരനായി അന്വേഷണം നേരിടുകയാണ് വേണ്ടത്. മുഖ്യമന്ത്രി സ്ഥാനം ഉപയോഗിച്ച് ചെയ്ത വൈകൃതങ്ങൾ മറച്ചുവെക്കാനുള്ള സ്വാധീന മാർഗങ്ങളല്ല പ്രയോഗിക്കേണ്ടത്. സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുക, അന്വേഷണം നേരിടുക. ആ ആർജവം കാണിക്കാൻ ഉമ്മൻചാണ്ടി കഴിയില്ല. കാരണം അന്വേഷിച്ചു പോയാൽ കുടുങ്ങും. കോൺഗ്രസിനും ഉമ്മൻചാണ്ടിയെ രക്ഷിക്കാനാണ് താല്പര്യം. കാരണം അവർക്കെല്ലാം ഇതിൽ പങ്കുണ്ട്. അപ്പോൾ ഉമ്മൻചാണ്ടി നമ്മുടെ കേരളത്തിൽ നമ്മുടെയെല്ലാം തലക്ക് മീതെ മുഖ്യമന്ത്രിയായി അങ്ങനെ വാഴുമെന്നാണ് പറയുന്നത്. ജനങ്ങൾ ഒറ്റക്കെട്ടായി പറയുന്നു, ഈ വിഴുപ്പ് ഭാണ്ഡം പേറാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന്. ആ നിലയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരുന്നുണ്ട്, പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ആ പ്രതിഷേധങ്ങൾ ഇനി കനക്കും. കൂടുതൽ കനത്ത രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരും. ഉമ്മൻചാണ്ടി സുഖമായി നാളുകളെ മുഖ്യമന്ത്രിയായി ഭരിച്ച് നീങ്ങാം എന്ന് തെറ്റിദ്ധരിക്കേണ്ടതായിട്ടില്ല. കാരണം ജനങ്ങൾക്ക് സാമാന്യ ജനാധിപത്യ ബോധമുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അംഗീകരിക്കാൻ ജനങ്ങൾക്ക് കഴിയില്ല. ഞങ്ങൾ അഴിമതി വിമുക്തമെന്ന് പറഞ്ഞത് മന്ത്രിസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നില്ല. മന്ത്രിസഭയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിസഭ വന്നാൽ എല്ലാ കാലവും അഴിമതി വിമുക്തമായ മന്ത്രിസഭയാണ് ഉണ്ടാകാറ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവില്ല. ഉമ്മൻചാണ്ടിയുടെ അടക്കം അനുയായികൾ അത് സമ്മതിക്കുകയും ചെയ്യും. ഞങ്ങൾ അഴിമതി വിമുക്തെന്ന് പറഞ്ഞത്, ഇന്ന് സാധാരണ ഒരാൾ ഒരു സർക്കാർ ഓഫീസിൽ ഒരു കാര്യത്തിന് ബന്ധപ്പെടുന്നു.
അക്കാര്യത്തിൽ തീരുമാനം വരണമെങ്കിൽ പലരും കൈക്കൂലി കൊടുക്കേണ്ടി വരുന്നു. ഇതൊഴിവാക്കാനാവണം. വില്ലേജ് ഓഫീസ് മുതൽ സെക്രട്ടേറിയറ്റ് വരെയുള്ള എല്ലാ സർക്കാർ സംവിധാനങ്ങളും പൂർണ്ണമായും അഴിമതി വിമുക്തമാവണം. അങ്ങനെ നാടാകെ അഴിമതി വിമുക്തമാവണം. ഇതിന് ഭരണ നടപടികളെല്ലാം സുതാര്യമാവണം. ഒരു കടലാസ് കൊടുത്താൽ അത് തട്ടിക്കളിക്കരുത്. സമയബന്ധിതമായി തീരുമാനം വേണം. ഇതാണ് അഴിമതി വിമുക്തം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതോടൊപ്പം മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട കാര്യം, നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷ മനസ്സ് വർഗീയതയുടെ ആപത്തിപ്പോൾ ശരിക്കും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് വലിയ തോതിൽ വർഗീയത ഇടപെട്ട ഒരു കാര്യമായിരുന്നു RSS അജണ്ട അനുസരിച്ച് നീക്കിയ കാര്യം. RSS അജണ്ട അനുസരിച്ച് വെള്ളാപ്പള്ളി നടേശനെ RSSന്റെ ഭാഗമാക്കി. ഉദ്ദേശിച്ചത് വെള്ളാപ്പള്ളിയിലൂടെ SNDPക്കാരെ മുഴുവൻ RSS കൊടിക്കീഴിൽ അണിനിരത്താമെന്നാണ്. അത്തരമൊരു പ്രശ്നം വന്നപ്പോൾ ഉമ്മൻചാണ്ടിയും അതിനെ അനുകൂലിച്ചു. കാരണം ഉമ്മൻചാണ്ടി പ്രതീക്ഷിച്ചത് SNDPക്കകത്ത് ധാരാളം CPIMനോടൊപ്പം സഹകരിക്കുന്നവരുണ്ട്. അവരെല്ലാം RSSന് കീഴിലായാൽ CPIM ക്ഷീണിച്ചു പോകും. അപ്പോൾ നല്ല നിലക്ക് ജയിച്ചു വരാം. ഇതായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കണക്കുകൂട്ടൽ. എന്നാൽ ഞങ്ങൾ ഈ കാര്യങ്ങളിൽ 4 വോട്ട് നോക്കിയല്ല ഇത്തരം ഘട്ടങ്ങളിൽ പ്രതികരിക്കാറുള്ളത്. നാടിൻ്റെ ഭാവിയും വർഗീയതയുടെ ആപത്തും ശരിയായ രീതിയിൽ തന്നെ കണ്ടുകൊണ്ടുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കാറ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ നീക്കത്തെ ശക്തമായി എതിർക്കാൻ തയ്യാറായി. നിശ്ചിതമായി അതിനെ വിമർശിച്ചു. ഇതുണ്ടാക്കാനിടയുള്ള ആപത്തിനെ തുറന്നു കാണിച്ചു. അതിന് ഫലമുണ്ടായി. വെള്ളാപ്പള്ളി നടേശന്റെ അനുയായികളായ ശ്രീനാരായണീയര് നേതാവിനോട് പറഞ്ഞു, നിങ്ങൾ വല്ലതും കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അതും കൊണ്ട് നിങ്ങൾ ആ ഭാഗത്ത് നിന്നോ, ഞങ്ങളെ പ്രതീക്ഷിക്കണ്ട. ഞങ്ങൾ ശ്രീനാരായണ ദർശനം അംഗീകരിക്കുന്നവരാണ്. RSSും ശ്രീനാരായണ ദർശനവും ഒന്നിച്ചു പോവില്ല. അപ്പം ഞങ്ങൾ RSSനോടൊപ്പമില്ല എന്ന നിലപാട് അവരെടുത്തു. ഇക്കാര്യം പിന്നീട് പലർക്കും ബോധ്യമായി. വെള്ളാപ്പള്ളി നടേശൻ കരാറിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇതെല്ലാം ചെയ്തത്. ആ കരാറനുസരിച്ച് മകന് ഡൽഹിയിൽ ഒരു കസേര ഉറപ്പിച്ചിരുന്നു. പക്ഷെ കസേര കൊടുക്കേണ്ടവർ കൊടുക്കുന്നില്ല. അപ്പോൾ എന്താ കാര്യം എന്ന് അന്വേഷിക്കാൻ മകൻ തന്നെ അങ്ങോട്ട് പോയി. അപ്പോഴേക്ക് മകൻ RSSനെ ശക്തിപ്പെടുത്താനുള്ള പാർട്ടിയുടെ അധ്യക്ഷനായി മാറിയിരുന്നു. വലിയ ഗൗരവത്തിലാണ് അങ്ങോട്ട് ചെന്നത്. അപ്പോഴേക്ക് അവർക്ക് പിടികിട്ടിയല്ലോ ഇക്കൂട്ടരുടെ കയ്യിൽ കോപ്പൊന്നുമില്ല എന്ന് മനസ്സിലായപ്പോൾ നേരെ പറഞ്ഞു, വന്ന വഴിക്ക് തിരിച്ചു പോയിക്കോ, ഇവിടെ ഇപ്പോൾ തൽക്കാലം കസേരയൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ക്ഷീണിച്ച് അച്ഛനും മകനും ഇപ്പോൾ ഒരു മൂലക്ക് ഇരിക്കുകയാണ്. ഉമ്മൻചാണ്ടി വലിയ വിജയമായിരുന്നു പ്രതീക്ഷിച്ചത്. കിട്ടിയത് കനത്ത പരാജയം. UDF നല്ല തോതിൽ പുറകിൽ പോയി. വിജയിച്ചതും മുന്നേറിയതും CPIMഉം LDFും. ഇതിന് കാരണം
കേരളത്തിൻ്റെ മതനിരപേക്ഷ മനസ്സെന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമില്ലാതെ കേരളത്തിലെ മഹാഭൂരിപക്ഷം പേരും മതനിരപേക്ഷമായി ചിന്തിക്കുന്നവരാണ്. അങ്ങനെ രൂപം കൊണ്ട ആ മതനിരപേക്ഷ മനസ്സ് വർഗീയതയുടെ ആപത്ത് തിരിച്ചറിഞ്ഞു. വർഗീയതയോട് കള്ളക്കളി കളിക്കുന്നവരെയും ശരിക്കും മനസ്സിലാക്കി. അതാണ് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് വർഗീയതയെ തടയാനാവും, മതനിരപേക്ഷത സംരക്ഷിക്കാനാകും എന്നതിൻ്റെ തെളിവ് തന്നെയാണ്. മതനിരപേക്ഷത കൂടുതൽ ശക്തിപ്പെടുത്താൻ നമുക്ക് കഴിയണം. ഞങ്ങൾ ഈ എല്ലാ കാര്യങ്ങളും ഒന്നായി ചേർത്താണ് ഒരു മുദ്രാവാക്യം എന്ന തരത്തിൽ ഉയർത്തുന്നത്. അതാണ് മതനിരപേക്ഷ, അഴിമതി വിമുക്ത, വികസിത കേരളം. നമുക്ക് നമ്മുടെ നാട് പ്രിയപ്പെട്ടതാണ്. ഈ നാടിനെ തകർക്കാൻ വിട്ടുകൂടാ. ഈ നാടിനെ നമുക്ക് പുനർനിർമ്മിക്കണം. എല്ലാ പ്രാഭവത്തോടെയും നാടിനെ വീണ്ടെടുക്കാൻ നമുക്കാവണം. ഇതാണ് ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ നൽകുന്ന സന്ദേശം. നമ്മുടെ നാടിനോട് താല്പര്യമുള്ള, നാടിൻ്റെ ഭാവിയിൽ താല്പര്യമുള്ള മുഴുവൻ ആളുകളും ഇതുമായി സഹകരിക്കുക, പിന്താങ്ങുക എന്നതാണ് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്ന അഭ്യർത്ഥന. മാർച്ചിന് നിങ്ങളിവിടെ ഒരുക്കിയ ഗംഭീരമായ സ്വീകരണത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യം.